വിധവ എന്ന് വിളിക്കപ്പെടാൻ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ 2024 ഏപ്രിൽ 1 ഞാനും ഒരു വിധവയായി. എൻ്റെ മകൻ്റെ ലിവർ കൊടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത്. എനിക്ക് എല്ലാം തകർന്നു പോയ ഒരവസ്ഥയിൽ നിന്ന് ഒന്ന് മുഖമൊന്ന് നിവർത്തി ആരുടെയും മുഖത്ത് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങളുടെ ഇടവയിൽ ഒരു ഇടവക ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിധവകൾക്കും ദമ്പതികൾക്കും സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ബേസി ചേച്ചിയും മേരി ചേച്ചിയും ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവർ പാട്ടുകൾ പാടി തന്ന് ഡാൻസ് ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. പക്ഷേ ഡാൻസ് ചെയ്യാൻ പോയിട്ട് ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എനിക്ക്. ബേസി ചേച്ചിയും മേരി ചേച്ചിയും കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവിടെ ഒരു ദൈവത്തിൻ്റെ സ്നേഹച്ചൂട്, മുൻപ് ആരിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹച്ചൂട് അനുഭവപ്പെട്ടു. ബേസി ചേച്ചി വിജയവാലയിലെ വിധവകളുടെ ധ്യാനത്തിന് വരുവാൻ ക്ഷണിക്കുകയുണ്ടായി. ഡിസംബർ മാസത്തെ ധ്യാനത്തിന് ഞാനും പങ്കെടുത്തു. അവിടെ ചെന്നപ്പോൾ അവരുടെ സ്നേഹവും കരുതലും എന്നെ വല്ലാതെ ആശ്വസിപ്പിച്ചു, ആകർഷിച്ചു. ഒരു ധൈര്യം കിട്ടുന്നത് പോലെ തോന്നി. ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലായി. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 4-5 വചനം. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിന്റെ യൗവനത്തിൻ്റെ അപകീർത്തി നീ വിസ്മരിക്കും, വൈദ്യവത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഈ വചനമാണ് എനിക്ക് ശക്തി നൽകുന്നത്. വേദനയും ഒറ്റപ്പെടലും തോന്നുമ്പോൾ ഈ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഇനിയുള്ള കാലം കാലടിയിലെ ജീവാലയിലെ വിധവകളുടെ ആ സ്നേഹക്കൂട്ടിലേക്ക് അണയാൻ ഞാനും ആഗ്രഹിക്കുന്നു.